നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല പരനേ. നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിൻമുഖം, പരനേ, നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ.
അതിലേ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. എൻ
തിരികെ വിളിച്ചിടിൽ പോകാതിരിക്കുവാൻ എന്തു ന്യായം? ജീവനെ തന്നവൻ തിരികെ വിളിച്ചിടിൽ പോകാതിരിക്കുവാൻ എന്തു ന്യായം? ആയിരമായിരം മാലാഖമാർ വന്ന് സ്വർണ്ണത്തേരിലെന്നെ കൊണ്ടുപോകും. ആയിരമായിരം മാലാഖമാർ വന്ന് സ്വർണ്ണത്തേരിലെന്നെ കൊണ്ടുപോകും. എൻ പ്രിയരേ, ഈ ലോകയാത്ര വെടിഞ്ഞ് സ്വലോകയാത്ര തുടരുന്നിതാ. ദൈവത്തിൻ്റെ കൈകളിൽ അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശു
ഉടനെ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത്, അവയുടെ മേൽ ത്വക്കും പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, ഈ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടങ്ങിയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെ ആദികുതികാലെന്നു ഞാൻ ചേർന്നിടുമോ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ ആദികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ. അന്ധതയില്ല നാടേ, ദേവ തേജസ്സാൽ മിന്നും വീടേ, തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. അന്ധതയില്ല നാടേ, ദേവ തേജസ്സാൽ മിന്നും വീടേ, തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, എന്നോ ഞാൻ ചേർന്നിടുമോ.
പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ ദേവഭക്തരിൻ വിശ്രാമമേ, പുകൾ പെരുകും പുത്തനെരുശലേമേ, തിരുമാർവിലെന്നോ ഞാൻ ചാരിടുമോ. കഷ്ടതയില്ല നാടേ ദേവഭക്തരിൻ വിശ്രാമമേ, പുകൾ പെരുകും പുത്തനെരുശലേമേ, തിരുമാർവിലെന്നോ ഞാൻ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ. േണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർ. ഇവന്റെ നായകൻ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ജീവൻ ഞാൻ അവനെ ഈടുവൻ, നോദിയ നിൻ മൊഴി നിറവേറ്റാൻ വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിനായി നോക്കി പാർക്കുന്നേ നാദ. നിൻ പ്രത്യാശയിൽ നിദ്രീതരാം നിന്നടിയാരെ കർത്താവേ, കൃപയാൽ ജീവിപ്പിക്കണം. സ്തോമൻ ഗാലോ ശ്രീ മറക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അങ്ങനെയുള്ള ഒരു ഉത്തമ മാതാവാണ് ഇഹത്തിലെ ജീവിതം തീർത്ത് കടന്നത്. വലിയൊരു കിരീടമായി നിന്ന അമ്മ ഇന്ന് ഭാഗ്യനാട്ടിലേക്ക് കടന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ താവകമൂചരേ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസിതനായി സത്തവരെ തിരയും നേരം വിധി നിലയെ കണ്ടെത്തി താവകമഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളാ നിന്നടിയാരോട് കരുണയുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
സ്വാപണമേ നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സർവ്വതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമാ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞാൻ വന്ന സമയത്തും ദൈവം നമ്പുരാണ് അപേക്ഷയുള്ളണമേ. ബലഹീനം പാപികളും ആഞ്ഞുകളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയുടെ ലോകങ്ങളിലും ഇന്നും എന്നേക്കും ശ്രീപെടുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടുപോയ ഈ മാതാവിന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഇവളെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് എത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ വസിക്കുമാറാകണമേ. ഓശോ നീ ജീവനെടുത്തിടുമ്പോൾ ഹാലേ ലൂയ ഹാലേ ലൂയ, മൃതരായി മണ്ണിൽ ചേരുന്നു. കറുത്തുമകത്തം വാഴട്ടെന്നും ഹാലേ ലൂയ ഹാലേ ലൂയ. തൻ ക്രിയകളിലുടയോ തെളിയട്ടെ ബാരയ്ക്കുമോ. മിൻമൂലം മാതാവൽ മൂലം പ്രിയനാം ലാസറിനെ കബറിനെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാഷത്തിന്നും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം. സ്തോമൻ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണം യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാനോട് ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയോടോ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായി സൂടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നും നീക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനും ആമിഷിഹാദംബുരാനെയും സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ച് ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സ്രഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനും ആദിയുമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിനെയും നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു,
അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റേണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബ്കൂലസ്മാൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിനദത്തെ. ലളിതകളേബര തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും സന്താപാരവത്തിൽ പാടുന്നു. സമേതം ചോദിച്ചേൻ കേഴും നെന്തിന്നേവം സുന്ദരരെ വ്യഥയോടെന്തിനു പാടിയിടുന്നെന്നോ ഡോദി മൂഢ മിണ്ടാതെ. നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഈയുള്ളോർത്തൻ ഭൂഷ സുഭഗതയെ. മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽക്കൊടിയിന്മേൽ. തങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ. കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ സർവ ദീശ. സ്തോത്രം സ്തോത്രം ദേ. പറക്കുമോൻ ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാത്സല്യത്തോടെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവിടെ അർഹരാക്കുകയും ചെയ്യണമേ. മോറൻ ദേവേശ നിൻ പരിചാരിക തന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുകാം കന്മഷമകിലം മോചിക്കാം ഇവളെ വിധിക്കരുതേ നാഥ. നിർമായൻ നീയേകൻ താൻ അപരാധികളർഹിച്ചിടും നരകത്തീന്നവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണിയറ പൂകേണം. ബാറയ്ക്കുമോ ആമൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നില അധികാരവും അവകാശമതും ബലവാനാം സ്രഷ്ടാവ് അവരെ വിസ്തരണം ചെയ്യും. നൂനം സാക്ഷാലവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ. നിൻ കൈകളിൽ നിന്നവരെ വീടേകും സ്വർഗമഹാരാജ്യം. അഞ്ചീട മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും
വിധിയോർത്തഞ്ചിടുന്നേ ഞാൻ. ബാറയ്ക്കുമോ ശുഭഹുലബൂലബുറൂവൽ റൂഹോ കാദീശോ. ദൈവാഗ്ദാനത്തിൻ നാടാൻ സ്വർഗമഹത്വം ചാർത്തിയിടും സൂനോ ധ്വനിജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും. കാന്തനു കാത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുത്ഥാനത്തിൽ. വ്യാകുലലോകമതൻ ചിന്താവിഷയമതായി ആദിമകാലത്തെ കെന്മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പീശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം വ്യഥയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി പോയി വേർപിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവീർപ്പുയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്തിൽ രോധിച്ചിടുന്നു. ഈ ദീനാരാവം കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു. ദൂതൻ ചാരേവൻ എന്നെ കൊണ്ടിഹ പോയി മാരകവാടത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പീഡകളാൽ മർദ്ദീശങ്കങ്ങൾ കാൺമിൻ വടിമോനാൻ എന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാനയ്യോദീന നിൻ സൃഷ്ടിയെ നാഥ കൃപയാൽ പുതുതാക്ക മുറിയോറാഹി മേലൈനോ ആധാര. കരുണാസമ്പൂർണ പുനരുത്ഥാനദിനെ നിന്നുടെ സൃഷ്ടിയെ നീ നവമാക്കിയിടേണം. പതിബന്ധം ഹൃദയാൽ വേറായി രണ്ടായി തീർന്നൊരു സജയ്ക്കായി പ്രാർത്ഥിപ്പിൻ ഞങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ. മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൾ നിൻ സ്തുതിഗീതം. വന്നവനും വരുവോ തന്നുയിരും സുതരെന്നു ശരീര മക്കൾ. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു റിഗസച്ചൻ ഇപ്പോൾ ആശ്വാസവചനങ്ങൾ പകർന്നുകൊണ്ട് സംസാരിക്കും. ഏവർക്കും അവിടെ അല്പസമയം ഇരിക്കാവുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ, മാനുഷികമായ വാക്കുകൾക്ക് ആശ്വാസം നൽകുവാൻ സാധ്യമാകാത്ത ഒരു സന്ദർഭത്തിലാണ് നാം ആയിരിക്കുന്നത്. ഭൗതികമായ ദുഃഖം
വളരെ വലുതാണ് എന്ന് എനിക്കറിയാം. ദൈവികമാകുന്ന ആശ്വാസമല്ലാതെ മനുഷ്യന്റെ വാക്കുകൾക്ക് ആശ്വാസം നൽകുവാൻ കഴിയും എന്ന് ും സൂക്ഷിച്ചു നോക്കി എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തേണമേ. വത്സലരേ, സത്യം ഭയമാർന്നീടും ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് മുൻപോട്ട് കടന്നു വന്ന് പ്രിയമാതാവിന് സ്നേഹചുംബനം നൽകി യാത്രയാക്കാം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദേവാലയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മുൻപോട്ട് കടന്നു വന്ന് പ്രിയമാതാവിന് സ്നേഹചുംബനം നൽകണം. മറ്റെല്ലാ പ്രിയപ്പെട്ടവരും ദേവാലയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യും. വത്സലരേ, ദൂരത്തെന്തിനു നിൽക്കുന്നെൻ അരികിൽ വരുവിൻ, ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കടകീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിനകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. Oh
മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തേണമേ. വത്സലരേ, സത്യം ഭയമാർന്നീടുന്നേ, കഠിന ഭയത്താലെന്നകതാരിളകിടുന്നു. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ വീട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കിമറിക്കുന്നു. എന്തെന്നാൽ അരികിൽ വരുവിൻ, ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കടകീർത്തനമൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിനകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തേണമേ. ഈ പ്രിയമാതാവിൻ്റെ മക്കളും കൊച്ചുമക്കളുമൊക്കെ
ഈ ദേവാലയത്തിൻ്റെ ആരാധനയിലൊക്കെയും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയമാതാവിൻ്റെ ഭൗതികമായ വേർപാട് ദേവാലയത്തിനും ദുഃഖമാണ്. എങ്കിലും പ്രത്യാശപൂർവം പ്രിയമാതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് പ്രാർത്ഥനയുടേതായിട്ടുള്ള ഭൗതിക ആദരവുകൾ ദേവാലയ ഭവനത്തിൽ വെച്ച് അർപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പ്രാർത്ഥനായോഗത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഇപ്പോൾ ലാസറസ് ഓർത്തഡോക്സ് വലിയ പള്ളി ദേവാലയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഇടവകയുടെ ട്രസ്റ്റി ഭൗതിക ശരീരത്തിൽ ശോശപ്പ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇടവകയുടെ സെക്രട്ടറി ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യവൈദിക ശ്രേഷ്ഠരെ, ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിൽ വെടിപ്പുള്ളതും ആനന്ദകരവും പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു നാം വിശ്വസിക്കുന്നു. എങ്കിലും അപ്രകാരം തന്നെ നാം യേശു ഉൾപ്പെട്ടു മരിച്ചുപോയവരുടെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന് വരവെങ്കിൽ ജീവനോടുകൂടെ ശേഷിക്കുന്നവരെ നമുക്ക് നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ പിന്തുടരേണ്ടി വരികയില്ല എന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖമാരടക്കം പരിശുദ്ധം ദൈവത്തിൻ്റെ കാഹളധ്വനി ദേവിയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മശീഹ ഉൾപ്പെട്ടവരായ മനുഷ്യർ ആദ്യമേ ഉദ്ധാനം ചെയ്യുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെയല്ല ഇപ്പോഴും നമ്മുടെ കർത്താവോട് ഒരുമിച്ച് സ്തുതിക്കുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചു കൊള്ളുകയും ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവളെ രക്ഷിക്ക. ഹല്ലേലൂയ. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യകമറിയാൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയിപ്രകാരം സംഭവിച്ചു. വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദീപയഷ്ടികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ വിളക്കുകളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ വിളക്കുകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവർ എല്ലാവരും മന്ദിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളം വരുന്നു, അവൻ്റെ എതിരേൽപ്പിന് പുറപ്പെടുവീനെന്ന് ആർപ്പുളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോയതുകൊണ്ട്
നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യമാരും വന്ന്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരയണമേ എന്ന് പറഞ്ഞു. അവനുത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാ ജാഗ്രതയായിരിക്കുമെന്ന് നാം കൽപ്പിച്ചരുൾ ചെയ്തു. ബാറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ, നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതി വിനാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽകാം. ആർദ്രതയാൽ നാഥ ദേവാദാസിക്ക് ഗണമേ പുണ്യം. സൽപുത്രാമൃതേറ്റോനെ ഞങ്ങൾ പേരും കഴിച്ചു കൊടുക്കണമേ. നിർമ്മലമാം നിൻ ആത്മത്തെ പൂകിക്കും സന്തോഷിക്കും ധാർമ്മികരോ നീവാനിൽ. ദേവേശായൻ മാർഗത്തിൽ കൂട്ടായി നിന്ന സ്ലീവായാലൻ ജീവൻ കാത്തിടേണം. കർത്താവേ ന്യായ തീർപ്പിൽ സ്കീപ്പാമേൽ മോഷാവേ പോലൻ ബാലെന്നെ വാഴ്ത്തേണം. ബാറക്കുമോ റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോബാളെ സംസ്കാരം ചെയ്ത ദേഹം ഖേദം കൊണ്ട ഈ മൃതിയെ പ്രതി കേഴേണ്ട. ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമാം തിരുമൈരക്തങ്ങൾ. ബർഖുമോർ തന്റെ ദൈവീകമാന കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും പ്രിയമാതാവിനെ ഈ താൽക്കാലിക ജീവിതത്തിനും യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ സ്വർഗീയ സേനകളുടെ സഹായമോൾ കഴിച്ചു കൊടുക്കണമേ. ഇവിടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരമോ അയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ ആനന്ദത്തിലേക്കുള്ള ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുള്ള ആനന്ദത്തിനുമായി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേദാ തിരുവിഷ്ടം ഈ നിന്റെ ദാസയിൽ നിറവേറിയിരിക്കുന്നു. സൽപുത്രാമൃതേറ്റോനെ ഞങ്ങളെ രണ്ടാം മൃതീനും കനിവാൽ കാക്ക ഹാലേലു. നിന്നുടെ നീതിയ എൻ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തെ നൊഴിയും നിൻ വരസമ്പത്താൽ ഹാലേലുയ. മൃതിയാൽ മൃതരെ മൃതരീന്നും മായിച്ചോനെ
ഈശോ നൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ. ഹല്ലേലൂയ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിൻ മേലാശീസീർത്തോകി. ഹാലേലൂയ. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തി എനിക്കുണർവേകട്ടെ. ഹല്ലേലൂയ. കബറീനുയിനോടു പറുദീസിൽ നിന്നേറ്റും താതാത്മജ വിമലാത്മാവിനെന്നും സ്തോത്രം. പ്രിയലായിസോൻ, കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പീ. എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. നിവൃതരായോർ കൊയിലേകുമ്പോഴൻ മിഴിവെളിവാക്കാ വിസ്മയമീക്ഷിപ്പാ. കോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഉറുസ്ലേം പണിയപ്പെട്ടിരിക്കുന്നു. ശ്ലോമോ നൽകി ശ്ലോമോയുടെ പോവിൻ, ഇനി എന്നേക്കും ശ്ലോമോ ഇതു തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. കഷ്ടം സാത്താനേ കഷ്ടം, നിങ്ങളുടെ ഭരണം മശിഹാമായിരിക്കും. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. മൃതജീവനേ ഈശോ രാജാവേ, മൃതകൈയിൽ ജീവൻ തിരുവിഷ്ടം. ഊർസ്ലേമിന്റെ കുശലം അന്വേഷിപ്പീൻ, നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ ഗോത്രങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. സ്തോത്രം. മൃതരെ ജീവിപ്പിപ്പോനേ, മൃതകൈയിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഇരുലോകത്തും മേവുന്നേ ഞാൻ, കൃപ തോന്നണമേ എന്മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലായേ, കൃപ തോന്നണമേ ഞാനുള്ളപ്പോ. എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീയുയിരികിൽ പാഴാകാഞ്ഞ. സ്നേഹിതരാം സഹദേന്മാരെ മുടിചൂടിച്ച നീതി പ്രിയനേ. ദാസിയെ നീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കേണം. എന്നേക്കും സ്തുതിനാഥനും നദിനന്ദനും റൂക്കുദിശായ്ക്കും. മുറിയോറാകെ മേലൈനുവാദ ആർദ്രതയാൽ നാദ ദേവാദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വീട്ടെ. ദേവേശായ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണം. ഓർക്കെന്നെ മശിഹ മന്നാ നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിന്നാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽകാം. ആർദ്രതയാൽ നാഥദേവാദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്റെ ശരണവുമേ നിനക്ക് സ്തുതി. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീന്റെ മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. സ്തുതിയും ഭൂമിയിൽ സമാധാനം നിരപ്പും മനുഷ്യമകൻ ശരണമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സ്വർഗീയ രാജാവും സൃഷ്ടാമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും പിതാവിന്റെ പുത്രന്റെ വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളവേ, നിന്റെ ജപിയാശങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മതത്തോടുകൂടി ഇരിക്കുന്നവനെ ഏതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാവുന്നു. വിശുദ്ധ റൂഹായോടുകൂടി യേശുമിശിഹാൻ നീ മാത്രം നിത്യമായി കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലത്തും
ഞങ്ങൾ ജീവനോടിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെയുമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമത്തോടതും നീ എന്നേക്ക് മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. എനിക്ക് യോഗ്യമാകുന്നു, മഹത്വത്തിന് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമാവിനെ നിനക്ക് വേഗപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ചയാകുന്നു. ആമീൻ. നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളെ വർണ്ണമയപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്തിന് ഞങ്ങളുടെ പക്കലേക്ക് നിന്നെ ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ അടിയാരോട് കരുണയുന്ന വിശ്വരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോർ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദർശനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടെ ഒന്നായിരിക്കുന്നവനും സകലം താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാജ്യങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിറങ്ങി വിശുദ്ധരുഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി അന്ത്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിവരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പൂർത്തിയാവുകയാണ്. ഇനിയും ഭൗതിക ശരീരം പ്രത്യേകമായി ഖബറിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ച് സംസ്കരിക്കുവാൻ തക്കവണ്ണമാണുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മാതാവ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ പ്രത്യേകിച്ച് അമ്മച്ചിക്കും അതുപോലെ ജോയിച്ചാനും രണ്ടാൺമക്കൾക്കും അവരുടെ ജീവിത പങ്കാളിമാർക്കും മക്കൾക്കുമൊക്കെയും തലമുറകൾക്കുമൊക്കെയും ദൈവനമ്പുരാൻ ആശ്വാസവും സമാധാനവും പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തൻ്റെ ജീവിത പങ്കാളിയെ ഏറെ കരുതലായി കാവലായി സങ്കേതമായി ശുശ്രൂഷിച്ച് പരിചരിച്ച പ്രിയപ്പെട്ട ജോയിച്ചാനെ ദൈവനമ്പുരാൻ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളുടെ എല്ലാവിധമായ പിന്തുണയും സഹകരണവും ഇതിനോട് ചേർന്നുണ്ടായിരുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട അമ്മച്ചിയും വേണ്ടുന്നതായ എല്ലാ കരുതലും പ്രിയ മാതാവിനായി നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് എല്ലാവരെയും ദൈവനമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ആദിയോടന്തം സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഇടവയ്ക്ക് വേണ്ടി അതോടൊപ്പം കുടുംബത്തിന് വേണ്ടിയും അർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട
നമ്മുടെ ഇടവാംഗം കൂടിയായിരിക്കുന്ന ഐപ്നയനൻ അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം സഹകാർമ്മികരായിരുന്ന ഇടവകയുടെ മുൻ സഹവികാരി ബഹുമാനപ്പെട്ട ജസ്റ്റിൻ എബ്രഹാം അച്ഛൻ, ഇപ്പോഴത്തെ സഹവികാരി ബഹുമാനപ്പെട്ട ആൽബിൻ കെ ശമുവേൽ അച്ഛൻ എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ഇടവാംഗം കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വർഗീസ് അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട തോമസ് മാത്യു ഷമാശൻ, പ്രൊഫസർ ജേക്കബ് റോയി അച്ഛൻ എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായി കുടുംബത്തിനു വേണ്ടി അറിയിക്കുകയാണ്. ഇന്നലെ ഭവനത്തിൽ വെച്ച് പത്തനാപുരം സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രാർത്ഥന ക്രമീകരിച്ചു. അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഇടവകയുടെ മുൻവികാരിയായിരിക്കുന്ന വന്യനായ തോമസ് മാത്യു അച്ഛനാണ്. അതോടൊപ്പം ആ സ്പിരിച്വൽ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ ഇടവാങ്കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് ഐപ്പച്ചനും അതിന് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം പത്തനാപുരം സെൻട്രൽ കൺവെൻഷൻ്റെ പ്രാർത്ഥന ക്രമീകരിച്ചപ്പോൾ കടന്നു വന്ന് പ്രാർത്ഥനാപൂർവ്വം ആ കുടുംബത്തെ ആശ്വസിപ്പിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇടവകയിലെ സംയുക്ത പ്രാർത്ഥനയുടെയും സെൻറ്റ് പീറ്റേഴ്സ് പ്രാർത്ഥനയുടെയും മറ്റെല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും മർത്തമറിയ സമാജത്തിൻ്റെയും പ്രിയപ്പെട്ടവർ ഭവനത്തിൽ ഒത്തുകൂടുകയും ആശ്വാസത്തിൻ്റെ നല്ല അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്തു. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റെല്ലാ വിധത്തിലും ഇതിനോട് സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ലൈവ് സ്ട്രീമിൻ്റെ പ്രവർത്തകരായിരിക്കുന്നവർ, അതോടൊപ്പം ഗായ സംഘാംഗങ്ങളായി ഇതിനു വേണ്ടുന്ന ക്രമീകരണം ചെയ്തവർ, ഏവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇടവകയിലെ പ്രധാന ശുശ്രൂഷൻ റോയ്ച്ചാനും അതോടൊപ്പം അറ്റൻ റോയ്ച്ചാനോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. ചെറുതും വലുതുമായ രീതിയിൽ ഇതിനോട് സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഉചിതമായ നിലയിൽ പ്രിയമാതാവിനെ നമുക്ക് യാത്രയാക്കുവാൻ ദൈവം കൃപ ചൊരിഞ്ഞു. പ്രത്യേകിച്ച് പ്രിയമാതാവിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട മാതാവിനെ ഓർക്കുക. രോഗങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത ദൈവസന്നിധിയിലേക്കാണ് പ്രിയ മാതാവ് കടന്നു പോകുന്നത്. ഇനിയും നമ്മുടെ പരിചരണമോ ശുശ്രൂഷയോ ഒന്നും പ്രിയപ്പെട്ട മാതാവിന് ആവശ്യമില്ല. മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം. അത് തുടർന്നും നിങ്ങൾ നിർവഹിക്കുക. ദൈവസന്നിധിയിൽ ഈ കുടുംബത്തിൻ്റെ വലിയ ആത്മീയ ഊർജ്ജമായി ഈ പ്രിയ മാതാവ് മധ്യസ്ഥ അണയ്ക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ട അമ്മച്ചിക്കും ജീവിത പങ്കാളിയായ ജോയിച്ചാനും അതോടൊപ്പം പ്രിയപ്പെട്ട രണ്ടാൺമക്കൾക്കും വേണ്ടുന്നതായ എല്ലാ കൃപകളും ദൈവം തമ്പുരാൻ പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവിൻ്റെ ഈ വിയോഗം അവർക്ക് ഉൾപ്പെടുത്തിയതായിട്ടുള്ള വേർപാടിൻ്റെ വ്യഥ ആശ്വാസപ്രദന ആത്മാവ് നികത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവം കൃപകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭൗതിക ശരീരം ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി തെക്ക് വശത്തുകൂടി, ദേവാലയത്തിൻ്റെ തെക്ക് വശത്തുകൂടി മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഖബറിൻ്റെ ഗേറ്റ് വഴി ഖബറിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പടിഞ്ഞാറേ വാതിൽ വഴി ഇറങ്ങി ദേവാലയത്തിൻ്റെ തെക്ക് വശത്തുകൂടി പുറത്തെ റോഡിലേക്ക് ഇറങ്ങി ഖബറിൻ്റെ ഗേറ്റ് വഴി കിഴക്ക് വശത്തുള്ള കല്ലറയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ തെക്ക് വശത്ത് ഏതെങ്കിലും വാഹനങ്ങൾ വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി പാർക്ക് ചെയ്യണമെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഭൗതിക ശരീരം ഖബറിലേക്ക് എടുക്കാവുന്നതാണ്.
മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടുന്നോർക്ക വെളിവാകും നാഥ, നിൻ ദൈവികമാം വലഭാഗ്യേ നിർത്തണമെന്നേ. ജീവിക്കും നിന്നാഹ്വാനത്താൽ മൃതസംഗേരെ മണ്ണയന മാതാമോടായ നിയമം തള്ളിയ മണ്ണയനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോ ബഹുബലവാനാം സ്വർഗീയൻ സുത്യൻ സാധു തൊടുഭുവനത്തെ മരണമുഖത്തിൽ ബന്ധി ഒരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി ദേവും നൃപരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധികൾ താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പ മനുതനുവോടുയിരുണ്ടുതിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമീ ധൂപ താൽ പുണ്യം ജീവ പ്രധാനാമശികാനിൻ ദൈവികമാം വലഭാഗ അവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ ജീവ പ്രധാനാമശികാനിൻ ദൈവികമാം വലഭാഗ അവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. ദൈവം കൃപയും ശരണാത്താലെ നിൻ കൃപയിൽ നടത്തണമേ കവറേന്ന ധ്യാനത്തേനായി സൗമൻ കാലക്കുറിയലായിക്കോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭാക്ഷിച്ചും നിന്നെ മൃതരായോരേ നാശം നീക്കി
അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഉയർപ്പ് ദിവസത്തിൽ നിന്റെ സത്യനിമിത്തനാക്കില്ല മാത്രമേ നിങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയിൽ കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ ഇന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ വൃത്തിയെ ദൈവത്തിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോടെ പ്രാർത്ഥിക്കാം. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ, മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവിൻ. മൃതിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുദ്ധ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ കരുണയാൽ നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരവും തെറ്റുകൾക്ക് ക്ഷമയും നൽകട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹാ നിങ്ങൾക്ക് ഉത്തരമരുളി. ഐശ്വര്യപൂർണ്ണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു വരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചുകൊള്ളുവീൻ എന്നരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും